നമുക്ക് DM-ൽ കിട്ടുന്ന ഗ്ലാസ് നൂഡിലും വെച്ച് ഇടിയപ്പം ഉണ്ടാക്കാൻ ട്രൈ ചെയ്താലോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സക്സസ് ആയി ഞാനത് വീഡിയോ ആയിട്ടിടാം. സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ ഒന്നാണ് ഇടിയപ്പം. കാരണം എൻ്റെ വീട്ടിൽ ഇടിയപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം ഇടിയപ്പം ഉണ്ടാക്കാൻ നല്ല പാടല്ലേ. അപ്പോൾ എന്താ, ഞാൻ ഇടയ്ക്ക് അമ്മയുടെ അടുത്ത് പറയും അമ്മ ഇടിയപ്പം ഉണ്ടാക്കി തരുമോന്ന്. അപ്പോൾ അമ്മ ചോദിക്കും നീ കൂടുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. കാരണം അത് ഇങ്ങനെ തിരിക്കാനേ പഴയ കാലത്തെ ആ സാധനം ഇങ്ങനെ തിരിക്കാൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെ പോയപ്പോഴാണ്, ലുലുമാളിൽ പോയപ്പോഴാണ് തോന്നുന്നു, ഇടിയപ്പത്തിൻ്റെ വേറൊരു മെഷീൻ കണ്ടു, ഇടിയപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റണേ. എന്നിട്ടത് ഞാൻ വീട്ടിൽ വാങ്ങി. പക്ഷേ അത് വാങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കഴിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ വന്നല്ലേ, അതിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. മേ ബി ഐ ഷുഡ് ആസ്ക് ദം. നമുക്ക് ഈ ഗ്ലാസ് നൂഡിൽ വെച്ച് ഉണ്ടാക്കുന്ന ഇടിയപ്പം റെഡി ആവുമെന്ന് നോക്കാം. അതൊന്നോ ഞാൻ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ എവിടെയോ വീഡിയോ കണ്ടതാണ്. അപ്പോൾ നമുക്കത് പൊട്ടിക്കാം. എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. ആക്ച്വലി ചില വീഡിയോയിൽ പറയുന്നത് ഇത് ചൂടുവെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്നൊരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. പക്ഷേ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടത് നമുക്ക് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ, സ്പഗീറ്റി ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഐ തോട്ട് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. നോക്കാം. ആക്ച്വലി ഇന്നില്ലേ എനിക്ക് കുറച്ച് ബിസി ഡേ ആണ്. ഈ ബിസി ഡേ ഉള്ളപ്പോൾ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ തോന്നത്തുള്ളൂ. എന്താണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. സോ നമ്മൾ ഇടിയപ്പം ആവി കയറ്റാം. ഇടിയപ്പം അല്ല, ഈ ഗ്യാസിനുള്ളിൽ ആവി കയറ്റിയാൽ ഇടിയപ്പം ആകത്തുമെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഈ സാധനം. കാരണം എനിക്ക് ആവി കയറ്റാൻ വേറെ സാധനമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇടാണ്. ഇത് മലയാളിക്കടയിൽ നിന്ന് വാങ്ങിയ തേങ്ങ. എനിക്ക് മറ്റേ ഗ്രേറ്റഡ് കോക്കനട്ട് ഇങ്ങനത്തെ സാധനത്തിനോട്ട് ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല. മലയാളിക്കടയിൽ നിന്ന് മേടിച്ച് കുറച്ച് തേങ്ങ പിശിക്കുക. ഇനി നമുക്ക് ഗ്ലാസ് നൂഡിലും കൈ കൊണ്ട് തന്നെ എടുത്തിടാം. ഗ്ലാസ് നൂഡിലിന് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ മേലെ വരെ ഫില്ല് ചെയ്യാം. നോക്കാം ഇത് ശരിയാവുമെന്ന്. ഓക്കെ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അത് കാരണം ഞാൻ അതൊന്ന് ചെറുതായിട്ട് തുറന്ന് നോക്കാൻ പോകാം. ഇങ്ങനെ തുറന്ന് നോക്കാൻ പാടില്ല കേട്ടോ. ഇല്ല, ആവി വന്നിട്ടില്ലല്ലോ. ആവി വരാതൊന്നും ശരിയാകത്തില്ല. ഇറ്റ്സ് ഫൈൻ. കണ്ടോ, ഒരു ഷേപ്പ് കിട്ടി. നമുക്ക് അടുത്ത ഇടിയപ്പം വെക്കാം. സക്സസ് ആണെന്ന് തോന്നുന്നു. തിന്ന് നോക്കിയിട്ട് പറയാം. സോ ഇന്ന് നമുക്കുള്ളത്, ഇതിനെ ഇടിയപ്പം എന്ന് പറയാൻ പറ്റുമോ? ഇടിയപ്പം എന്ന് പറയാൻ പറ്റില്ല. ഗ്ലാസ് നൂഡിലും പുട്ട്, നൂൽപുട്ടെന്ന് പറയുമല്ലോ ഇടിയപ്പത്തിന്. അത് നൂൽ പോലെ, ഇത് നൂൽ പോലെ ഇരിക്കുന്നത്. എന്തെങ്കിലും പേര് കൊടുത്തോ. ഇതും പിന്നെ നല്ല കട്ടൻ കാപ്പിയും. ഇനി ഇത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇത് കുറച്ച് തേങ്ങയൊക്കെ ഇടണം, എന്നാലും ഇടിയപ്പത്തിൻ്റെ ഒരു ഇത് വരും. ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. നോക്കാം. നോട്ട് ബാഡ്. നമ്മുടെ ഇടിയപ്പത്തിന് എത്ര വരുമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വലിയ കുഴപ്പമില്ല. വേണമെങ്കിൽ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടമായാൽ ഇനി ഉണ്ടാക്കിയാൽ മതി. ഞാനിനി ഉണ്ടാക്കും കേട്ടോ, കാരണം എനിക്ക് വലിയ കുഴപ്പം തോന്നില്ല. മുറിക്കാൻ പറ്റില്ല, മുറിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. ഇത്രയുണ്ട്. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മുറിച്ചിടാം.